കാവ്യ എന്നല്ല, കാവ്യ മാധവൻ എന്ന പേര് ചേർത്തായിരുന്നു കാവ്യ മാധവനെ മലയാളികൾ എന്നും വിളിച്ചുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെ കാവ്യയെ പോലെ തന്നെ കാവ്യയുടെ അച്ഛൻ മാധവനെയും മലയാളികൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടത് തന്നെയാണ്. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്നും വന്ന് മലയാള സിനിമയുടെ വലിയൊരു നട്ടലായി മാറിയ കാവ്യ മാധവന്റെ പിറകിൽ കാവ്യയുടെ അച്ഛന്റെ കഠിനാധ്വാനം തന്നെയാണ്. മകൾ കുടുംബിനിയായപ്പോഴും എല്ലാ കാര്യത്തിലും തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കാവ്യയുടെ അച്ഛൻ മാധവനും കൂടെ തന്നെ ഉണ്ടായിരുന്നു. തന്റെ മകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധികളുടെ സമയത്തെല്ലാം തന്നെ കൂടെ നിന്ന് താങ്ങായി തണലായത് അച്ഛൻ തന്നെയാണ്. കാവ്യയുടെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹമായിരുന്നു കലാകാരി ആകണമെന്നുള്ളത്. അതിന് ഏറ്റവും വലിയൊരു ആഗ്രഹം അച്ഛൻ്റെത് കൂടി തന്നെയായിരുന്നു. അച്ഛന്റെ കഠിനാധ്വാനവും പ്രയത്നവും തന്നെയാണ് മലയാള സിനിമയിൽ കാവ്യ മാധവനെ ഇന്ന് കാണുന്ന ഈ ഒരു നിലയിൽ എത്തിച്ചത്. അതേപോലെ തന്നെ കാവ്യ മാധവൻ ഒരു കുടുംബിനിയായ ശേഷവും തന്റെ അച്ഛനും അമ്മയും കാവ്യ മാധവൻ ചേർത്ത് പിടിച്ചിരുന്നു. ചെന്നൈയിൽ കാവ്യയുടെ കൂടെ തന്നെയാണ്, ദിലീപിന്റെയും കാവ്യയുടെയും കൂടെ തന്നെയാണ് കാവ്യ മാധവന്റെ അച്ഛനും അമ്മയും താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു അസുഖങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വന്ന ഒരു മരണമായിരുന്നു എന്നാണ് കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ വ്യക്തമാക്കിയത്. നിരവധി ആളുകളായിരുന്നു കാവ്യ മാധവന്റെ അച്ഛന്റെ വിയോഗത്തിൽ സങ്കടവും ആദരാഞ്ജലികളും അർപ്പിച്ചും രംഗത്ത് വന്നത്. സീരിയൽ, സിനിമ പ്രേക്ഷകരും സിനിമ ആരാധകരും സിനിമ നടി നടന്മാരെല്ലാവരും തന്നെ കാവ്യയുടെ അച്ഛന്റെ വിയോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ അതിനിടയിലെല്ലാം തന്നെ നടി മഞ്ജു വാര്യർക്കും ഒരുപാട് വിമർശനം വരികയാണ്. വിമർശനം എന്തിനാണെന്ന് നോക്കുന്ന സമയത്ത് കാണാൻ കഴിയുന്ന കാര്യം ഇങ്ങനെയാണ്. കാവ്യയുടെ അച്ഛനെയും അമ്മയും നേരിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് മഞ്ജു വാര്യർ. കാവ്യ മാധവന്റെ അച്ഛന്റെ മരണത്തിന് ശേഷം അനുശോചനം പങ്കുവെച്ച് ഒരു കുറിപ്പോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആദരാഞ്ജലികളോ ഒന്നും തന്നെ സോഷ്യൽ മീഡിയ വഴി മഞ്ജു വാര്യർ പങ്കുവച്ചില്ല എന്നതായിരുന്നു അതിന് കാരണം. പകരം തന്റെ പുതിയ ഫോട്ടോകളും വീഡിയോകളുമാണ് സോഷ്യൽ മീഡിയ വഴി മഞ്ജു വാര്യർ പങ്കുവച്ചത് എന്നുമാണ് വിമർശനത്തിന്റെ ചൂട് കൂട്ടിയത്. മഞ്ജു വാര്യരുടെ ഈ ഒരു കാര്യത്തിൽ കാവ്യ മാധവൻ ഫാൻസ് എല്ലാം തന്നെ വളരെയധികം നിരാശയിലാണ്. കാരണം ഇങ്ങനെയൊരു ദുഃഖ വാർത്ത കേട്ടിട്ട് കൂടി ഒന്ന് മനസ്സലിവ് കാണിച്ചു കൂടെ എന്നും സ്വന്തമായി നേരിട്ട് അറിയാവുന്ന ഒരു കുടുംബമല്ലേ കാവ്യ മാധവന്റെ അച്ഛനും അമ്മയുമായിട്ട് എന്നും കൂടി കാവ്യ മാധവൻ ആരാധകരും ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായമെന്ന് വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.